പ്രിയമുള്ള ചിത്രകലാ പ്രേമികളെ, ചിത്രരചന പരിശീലിക്കുന്ന സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഈ തുടക്കക്കാരായ ചിത്രകലാ പ്രേമികളോട്, അല്ലെങ്കിൽ ചിത്രകല അഭ്യസിക്കുന്നവരോട്, അല്ലെങ്കിൽ പരിശീലിക്കുന്നവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഈ ചിത്രകല പരിശീലനം പല വിധത്തിൽ നടക്കുന്നുണ്ട്. ഓൺലൈനായിട്ടും അല്ലാതെയുള്ള വർക്ക്ഷോപ്പുകളിലൂടെയും അല്ലാതെ തന്നെ വിദഗ്ധരായിട്ടുള്ളവരുടെ ശിക്ഷണത്തിലും ഒക്കെ നടക്കുന്നത് അറിയാം. കൂടുതലും ഓൺലൈനിലൂടെയും വർക്ക്ഷോപ്പിലൂടെയൊക്കെയാണ്. ചിലർ സംഘടിക്കുന്ന വർക്ക്ഷോപ്പിലൂടെയൊക്കെയാണ്. അതിൽ സാധാരണ എപ്പോഴും കാണുന്നത് പെയിൻറ്റിങ് മാത്രമാണ്. പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. വാട്ടർ കളർ ആയിരുന്നാലും അക്രിലിക് കളറായിരുന്നാലും ഒരു ചിത്രം പെയിൻറ്റ് ചെയ്ത് ലൈവായിട്ട് കാണിക്കുക, പിന്നെ അത്തരം ഇതിൽ അവരെ കൊണ്ട് വരപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, ഈ പരിശീലിക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ ഇതിൻ്റെ ഒരു ബേസായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ എത്രമാത്രം അറിവ് സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അത് പരിശീലിക്കുന്നു എന്നുള്ളതിനോട് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവർ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ഒരു സംരംഭങ്ങളിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും ഈ ചിത്രരചനയിൽ. അപ്പോൾ അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു ചിത്രകാരനാകാൻ വേണ്ടുന്ന ബേസിക്കായിട്ടുള്ള ഒരു പരിശീലനം സിദ്ധിക്കേണ്ടത് ഡ്രോയിങ്ങിലാണ്. ഏതൊരു ചിത്രവും നമുക്ക് ചിത്രമാക്കി രൂപപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വേണ്ടി വരുന്നത് രേഖകൾ കൊണ്ട് ആ ചിത്രത്തെ വരയ്ക്കുക എന്നുള്ളതാണ്. പെൻസിലാണെങ്കിലും ഏത് മീഡിയം കൊണ്ടാണെങ്കിലും വരയ്ക്കുക എന്നുള്ളതാണ്. ചിത്രമായിട്ട് നമുക്ക് ഒരു ഐഡിയ മനസ്സിനകത്ത്, അല്ലെങ്കിൽ ഒരു പിന്നെ ലൈവായിട്ട് നോക്കിയിട്ടാണെങ്കിലും ഒരു മോഡൽ നോക്കിയിട്ടാണെങ്കിലും ഒക്കെ നമുക്കൊരു ചിത്രം ആക്കണമെങ്കിൽ അതിന് നമ്മൾ ചിത്രത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ക്യാൻവാസോ പേപ്പറോ എന്താണെങ്കിലും അതിൽ ഒരു രൂപരേഖ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ ചിത്രരചന വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല വൈദഗ്ധ്യമുള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും ആവശ്യം വേണ്ടി വരില്ല. കാരണം അവർ ഒരു ബ്രഷിൽ മുക്കിയിട്ട് ആ ബ്രഷിൽ കൊണ്ട് തന്നെ രേഖകൾ സൃഷ്ടിച്ച് അതിലൂടെ ആ പെയിൻറ്റിങ് പൂർത്തീകരിക്കുന്നവരുണ്ട്. അത്രയും അവർ വിദഗ്ധരായിരിക്കും. കാരണം അവർക്കറിയാം, ബ്രഷ് കൊണ്ടാണെങ്കിൽ ഒരു നേർത്ത ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ അവർക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. മനസ്സിനകത്ത് കാണുന്നതോ അല്ലെങ്കിൽ മോഡലായിട്ട് കാണുന്നതോ നാച്ചുറലായിട്ട് കാണുന്നതോ ഒക്കെ വളരെ വേഗത്തിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാൻ കഴിയും. ആ ഔട്ട്ലൈനിലൂടെ അവർ ആ ചിത്രത്തെ പൂർത്തീകരിക്കും. ഇവിടെ ഈ പരിശീലനം ആവശ്യപ്പെട്ട് പ്രാരംഭമായിട്ട് തുടങ്ങുന്നവർ, ചിത്രരചന അഭ്യസിച്ച് തുടങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് ഡ്രോയിങ്. ആ ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അത് പിന്നെ ഏത് സൈസിലും, എക്സാമ്പിളായിട്ട് A4 സൈസ് തൊട്ട്, അതായത് ചെറിയ സൈസ് തൊട്ട് വലിയ ന്യൂസ് പേപ്പർ സൈസിന് അതിൻ്റെ ഇരട്ടി വരെയുള്ള സൈസ്, അല്ലെങ്കിൽ അതിനപ്പുറവും ഒരു വലിയ വാള് തന്നെ ഡ്രോയിങ് ചെയ്യാൻ
ഡ്രോയിങ് ചെയ്തെടുക്കാനുള്ള പരിശീലനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചെറിയ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. ഒരു കൈയുടെ റിസ്റ്റ് മാത്രം ചലിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ വരച്ചെടുക്കുന്നു. അതിനേക്കാൾ വിപുലമായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൈ മുഴുവൻ ചലിപ്പിച്ച് വളരെ വിശാലമായിട്ട് വരയ്ക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് ഡ്രോയിങ് പരിശീലിക്കുക എന്നുള്ളതാണ്. അത്തരം പരിശീലനം സിദ്ധിക്കാൻ കുറച്ച് മെനക്കെടേണ്ടി വരും, കുറച്ച് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അത്തരം പിന്നെ ഒരു ശീലം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലൂടെയോ പിന്നെ ഒക്കെ പങ്കെടുക്കുന്ന ചിത്രകലാപ്രേമികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ഡൗട്ടാണ്, സംശയമാണ്. അപ്പോൾ അത് വേണ്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ വെറും ഒരു ചിത്രം നോക്കി അതുപോലെ പകർത്തി അതേ കളർ പകർത്താൻ ശ്രമിച്ച് അത് വരച്ച് ഒരു ചിത്രമാക്കി എക്സിബിറ്റ് ചെയ്ത് അത് ആസ്വാദകരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി അത് എന്ന് പറയുന്നത് ഒരു സങ്കുചിതമായ ഒരിതാണ്. അതിനകത്ത് ഒതുങ്ങി നിൽക്കും. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് ആവശ്യമാണ്, അത്തരം പരിശീലനവും ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതിന് ഉപരിയായിട്ട് ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ഉള്ള ശ്രമത്തിന് നമുക്ക് ഇത്തരം ഡ്രോയിങ് രീതികളും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. പല രീതിയിലുള്ള ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സുകളുണ്ട്. അത് പിന്നെ ഒത്തിരി അതിനെക്കുറിച്ച് പറയാനുണ്ട്, അത് മനസ്സിലാക്കാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാവുന്നതാണ്. അതിന് പിന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പറൂടെ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എന്നോട് സംശയം ചോദിക്കാം, എന്നോട് സംവദിക്കാം. നന്ദി, നമസ്കാരം.